പഞ്ചാബിലെ ലുധിയാന ജില്ലയിൽ ന്യൂ ജാൻപുരി എന്ന പേരുള്ള ഒരു ചെറിയ പട്ടണം. അവിടെയാണ് ചമൻലാൽ എന്ന 70 വയസ്സുകാരൻ തന്റെ കുടുംബത്തോടൊപ്പം താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ സുരേന്ദർ കൗർ 68 വയസ്സ്, ചമൻലാലിന്റെ അമ്മ സുർജിത് കൗർ 96 വയസ്സ്. ഇങ്ങനെ ഈ 3 വയോധികരാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. ചമൻലാലിനും സുരേന്ദർ കൗറിനും 4 മക്കളുണ്ട്. ഒരാൾ ഫ്രാൻസ്, മറ്റൊരാൾ ഇറ്റലി, ഒരാൾ അമേരിക്കയിൽ, മറ്റൊരാൾ മലേഷ്യയിൽ. ഇങ്ങനെ എല്ലാവരും വിദേശത്ത് സ്ഥിരതാമസമാക്കിയവരാണ്. ഈ ദമ്പതികൾ മുൻപും കുട്ടികളോടൊപ്പം വിദേശത്താണ് താമസിച്ചിരുന്നത്. പിന്നീട് ഗൾഫ് രാജ്യങ്ങളിലും ജീവിച്ചു. പിന്നീട് വയസ്സായപ്പോൾ ജീവിതം ശാന്തമായി നയിക്കാം എന്ന് കരുതി സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയതാണ്. നാട്ടിൽ ഇതിനകം രോഗബാധിതയായ അമ്മയെ നോക്കാനും തങ്ങളുടെ ജീവിതത്തിന്റെ അവസാന കാലം ശാന്തമായി ചിലവഴിക്കാനുമായിരുന്നു തീരുമാനം. അങ്ങനെ കഴിഞ്ഞ 2-3 വർഷമായി ഈ 3 പേരും അങ്ങനെ ആ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിച്ചു വരുന്നത്. ചമൻലാലിന്റെ പ്രധാനപ്പെട്ട വരുമാനം, അവർക്ക് വീടുകളും കുറേയേറെ ഷോപ്പുകളുമുണ്ട്, എല്ലാം വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അതിൽ നിന്ന് മാസം ഒരു 4-5 ലക്ഷം രൂപ വരെയും ലഭിക്കുന്ന ഒരു വലിയ ബിസിനസ്. അതായത് സാമ്പത്തികമായി നല്ലൊരു നിലയിലുള്ള കുടുംബം. ആ പ്രദേശത്തുള്ളവർക്ക് അവരോട് നല്ലൊരു ബഹുമാനം ഉണ്ടായിരുന്നു. 2023 ജൂലൈ മാസം 6-ാം തീയതി വ്യാഴാഴ്ച രാവിലെ ഒരു 7 മണിക്ക് ആ വീട്ടിൽ പാല് കൊടുക്കുന്നയാൾ വന്നു. പതിവ് പോലെ വന്ന് ബെല്ലടിച്ചു. ആ ദിവസം ആരും വാതിൽ തുറന്നില്ല. അവൻ കരുതി അവർ എങ്ങോട്ടെങ്കിലും പോയിരിക്കാം എന്ന്. കാരണം മുൻപൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് പുറത്തു പോകാറുണ്ട്. അതുകൊണ്ട് അവൻ പാല് വയ്ക്കാതെ മടങ്ങി. 8:30 വീട്ടു പണി ചെയ്യുന്ന ഒരു സ്ത്രീ വന്നു. അവളും ബെല്ലടിച്ചു. മറുപടി ഒന്നും വന്നില്ല. അവളും അതേ വിചാരത്തിൽ അവരെവിടെയെങ്കിലും പോയിരിക്കാം എന്ന് കരുതി മടങ്ങി. അങ്ങനെ ജൂലൈ മാസം 6 കഴിഞ്ഞു. അടുത്ത ദിവസം ജൂലൈ മാസം 7 വെള്ളിയാഴ്ച വീണ്ടും പാല് കൊടുക്കുന്നയാൾ വന്നു. ബെല്ലടിച്ചു. അപ്പോഴും മറുപടി വന്നില്ല. ജോലിക്കാരി വന്നു. മറുപടിയില്ല. 2 ദിവസമായി വീടിനകത്തു നിന്നും ആരും പുറത്തു വരാത്തത് കാണുമ്പോൾ അയൽവാസികൾക്കൊക്കെ എന്തോ സംശയം തോന്നി. ഇനി ബന്ധുക്കളുടെ കാര്യമെടുത്താൽ ഒരാൾ ചമൻലാലിന്റെ ഫോണിൽ വിളിച്ചു നോക്കി. ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആരും എടുക്കുന്നില്ല. നേരിട്ട് വീട്ടിൽ ചെന്ന് നോക്കാം എന്ന് തന്നെ കരുതി. വീടിന് പുറത്ത് ഒരു ഗേറ്റ് ഉണ്ട്. പുറത്തെ ഗേറ്റ് പുറത്തു നിന്ന് ലോക്ക് ചെയ്തിട്ടില്ല. നോക്കിയപ്പോൾ വാതിൽ അകത്തു നിന്നാണ് ലോക്ക് ചെയ്തിരിക്കുന്നത്. ഇത് കാണുമ്പോൾ അവർക്ക് മനസ്സിലായി ഇവരാരും വീടിന് പുറത്ത് പോയിട്ടില്ല എന്ന്. എന്നാൽ 2 ദിവസമായി വീടിനകത്തു നിന്നും ആരും പുറത്തേക്ക് വന്നിട്ടും ഇല്ല. അവരെ അവസാനമായി കണ്ടത് ജൂലൈ മാസം 5 വൈകുന്നേരം ഒരു 5:30 അതിനുശേഷം ആ കുടുംബത്തിലെ 3 ആരും കണ്ടിട്ടില്ല. ഇതോടെ മുഴുവൻ പ്രദേശവാസികൾക്കും പേടിയായി തുടങ്ങി. അവർക്ക് തോന്നി ആ വീട്ടിൽ എന്തെങ്കിലും ദാരുണമായ സംഭവം നടന്നിട്ടുണ്ടാകുമോ എന്ന്. എന്തോ ഒരു ഭയം തോന്നി. അങ്ങനെ അയൽവാസികളിൽ ഒരാൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇനി കാത്തിരിക്കണ്ട, വാതിൽ പൊളിച്ച് അകത്തേക്ക് കടക്കാം എന്ന്. ആദ്യം പുറത്തെ ഗേറ്റ് പൊട്ടിച്ചു. അവരടുത്തേക്ക് പോകുമ്പോൾ തന്നെ ആ വീടിനുള്ളിൽ നിന്നും ഗ്യാസിന്റെ ഒരു സ്മെല്ല് പുറത്തേക്ക് വരുന്നുണ്ട്. അവർ വീട്ടിൽ ചെന്ന് വാതിൽ മുട്ടി നോക്കി. മറുപടിയില്ല. വാതിൽ അകത്ത് നിന്ന് ലോക്ക് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഉറപ്പായി അകത്ത് എന്തോ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന്. അതിനാൽ അവർ ആ പ്രധാന വാതിൽ പൊട്ടിച്ച് അകത്ത് കയറുന്നു. വീടിനകത്ത് കയറുമ്പോൾ തന്നെ ഭീകരമായൊരു ദൃശ്യമായിരുന്നു. ബെഡ്റൂമിൽ 68 വയസ്സുള്ള സുരേന്ദർ കൗറിന്റെ മൃതദേഹം കിടക്കയിൽ കിടക്കുന്നു. അവർ അർദ്ധനഗ്നയായിരുന്നു. തലഭാഗത്ത് രൂക്ഷമായ ഒരു മുറിവുണ്ട്. അധികമായ രക്തസ്രാവം കാരണം മരണവും സംഭവിച്ചിട്ടുണ്ട്. സമീപത്ത് തന്നെ 96 വയസ്സുള്ള അവരുടെ അമ്മയായ സുർജിത് കൗറിന്റെ മൃതദേഹവും കിടക്കുകയാണ്. കിടക്കയ്ക്ക് താഴെ നിലത്ത് 70 വയസ്സുള്ള ചമൻലാലിന്റെ മൃതദേഹം. ഇത് കണ്ട് ജനങ്ങൾ നിലവിളിച്ച് ഭയന്ന് പുറത്തേക്ക് ഓടി. ഇതിനിടെ ഒരാൾ അകത്ത് അടുക്കളയിലേക്ക് കയറി നോക്കിയപ്പോൾ കിച്ചണിലെ ഗ്യാസ് പൈപ്പ് മുറിച്ച നിലയിൽ ഗ്യാസ് ചോരുന്നുണ്ട്. പുക പോലൊരു ഗന്ധം ആ മുഴുവൻ വീട്ടിലും നിറഞ്ഞിരുന്നു. ഒരാൾ പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിച്ച് വിവരം അറിയിച്ചു. പോലീസ് എത്തിയപ്പോൾ വീട്ടിൽ ബലം പ്രയോഗിച്ചു കയറിയതിന്റെ യാതൊരു അടയാളവും ഇല്ലായിരുന്നു. അതായത് ഈ വാതിൽ തകർത്ത് അകത്ത് കയറിയതല്ല, പക്ഷെ വാതിൽ അകത്ത് നിന്നാണ് പൂട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ചോദ്യം വരുന്നത്, കൊലയാളി അകത്ത് കയറി എങ്ങനെയാണ് പുറത്തേക്ക് പോയത്? വീടിന് പിന്നിൽ വാതിലുണ്ടോ നോക്കിയപ്പോൾ അങ്ങനെയും ഒന്നുമില്ല. പോലീസ് പരിശോധിച്ചപ്പോൾ 3 തലയിൽ വളരെ കടുപ്പമുള്ള എന്തോ ഒരു വസ്തു വെച്ച് അടിച്ച മുറിവുണ്ടായിരുന്നു. അതിൽ നിന്നാണ് രക്തസ്രാവം. അതിലൂടെയാണ് മരണവും സംഭവിച്ചത്. ആ വീട്ടിലുള്ള അലമാരകളെല്ലാം തുറന്ന നിലയിലായിരുന്നു. ആദ്യം കണ്ടപ്പോൾ പോലീസിന് തോന്നിയത് ഇത് കവർച്ചയ്ക്കിടെ നടന്ന ഒരു കൊലപാതകം ആയിരിക്കാമെന്ന്. പക്ഷേ വിശദമായി പരിശോധിച്ചപ്പോൾ മനസ്സിലായി വീട്ടിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ ഇപ്പോഴും വീട്ടിൽ തന്നെയുണ്ട്. അപ്പൊ ചോദ്യം വന്നത്, ഇത് കവർച്ചയ്ക്ക് വേണ്ടി ചെയ്തതല്ല എന്നുണ്ടെങ്കിൽ കൊലപാതകം നടത്തിയ ശേഷം ഇത് കവർച്ചയാണെന്ന് വരുത്തി തീർക്കാൻ ഇങ്ങനെയുള്ള നാടകങ്ങൾ ചെയ്തതാണോ? പക്ഷെ അപ്പോഴും പോലീസിന് തോന്നി ഒരു പക്ഷെ കവർച്ചയ്ക്കിടെ നടന്ന കൊലപാതകമായിരിക്കാം. പക്ഷെ എന്തെങ്കിലും ഒരു ഭയത്തിലോ വെപ്രാളത്തിലോ ഇതൊക്കെ എടുക്കാൻ വിട്ടുപോയതായിരിക്കാം എന്നും പോലീസ് ചിന്തിച്ചു.
പക്ഷെ അവിടെയും ഒരു സംശയം വന്നു. കവർച്ചയ്ക്ക് വന്നതാണെങ്കിൽ ഗ്യാസ് പൈപ്പ് മുറിക്കാൻ സമയമുണ്ടായിരുന്നയാൾക്ക് ഈ വിലപ്പെട്ട വസ്തുക്കൾ എടുക്കാൻ സമയമൊന്നും കിട്ടിയില്ലേ? അതിനെന്താണ് കാരണം? ഇത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വലിയ കുഴപ്പം നിറഞ്ഞ സാഹചര്യം സൃഷ്ടിച്ചു. അവൻ എങ്ങനെ അകത്തേക്ക് കയറി? അവൻ എങ്ങനെയാണ് പുറത്തേക്ക് പോയത്? ഇത്രയും വയസ്സായ വൃദ്ധരെ കൊല്ലാൻ ആർക്കാണ് ഇത്ര ആഗ്രഹം? ഇങ്ങനെ വളരെ കുടുങ്ങിയ ഒരു നിമിഷത്തിലായിരുന്നു പോലീസ്. അവർ വീണ്ടും ബെഡ്റൂമിനുള്ളിൽ വളരെ വിചിത്രമായ ഒരു വസ്തു കണ്ടെത്തി. അത് അഗർബത്തിയായിരുന്നു. 3 മൃതദേഹങ്ങൾ കിടക്കുന്ന അതേ മുറിയിൽ പകുതി കത്തിയ അവസ്ഥയിൽ ചന്ദനത്തിരി ഉണ്ടായിരുന്നു. അത് കൊലയാളി തന്നെയാണ് കത്തിച്ചത് എന്നും അവർക്ക് വ്യക്തമായി. അവിടെ വരുന്നൊരു ചോദ്യം, കൊലപാതകം നടത്തിയ ശേഷം ഈ അഗർബത്തി കത്തിച്ചു വെച്ചിട്ട് പോയത് എന്തിനാണ്? ഒരുപക്ഷെ അവരെ ആദരിക്കാനാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും മറയ്ക്കാനാണോ? പോലീസിന് പിന്നീട് മനസ്സിലായി, അവൻ കൃത്യമായ ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്നു. കൊലപാതകം നടത്തിയ ശേഷം വീട്ടിലെ എല്ലാ തെളിവുകളും നശിപ്പിക്കണമായിരുന്നു. തീയിൽ ചുട്ട് നശിപ്പിക്കണം എന്നുള്ളതായിരുന്നു അവന്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ അവൻ ആദ്യം കിച്ചണിൽ പോയി ഗ്യാസ് പൈപ്പ് മുറിച്ചു. ഗ്യാസ് വീട്ടിലുടനീളം പടർക്കും. പിന്നെ ബെഡ്റൂമിൽ അഗർബത്തി കത്തിച്ചു വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അതിൽ നിന്നും തീ വരും, മുഴുവൻ വീടും കത്തിപ്പോകും. പക്ഷേ ആ പദ്ധതി അവിടെ ചെറുതായൊന്ന് പാളി. തീ പടർന്നില്ല. ഇതാണ് ഈ കേസിൽ ജീവിച്ചിരിക്കുന്ന ഒരേയൊരു തെളിവ്. ഇപ്പോൾ ചോദ്യം, കൊലയാളി എങ്ങനെ അകത്തേക്ക് കയറി? വാതിൽ അകത്ത് നിന്ന് പൂട്ടിയിരിക്കുകയാണ്, പിന്നിൽ വാതിലില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരേ ഒരു വഴി മാത്രമേ ബാക്കിയുള്ളൂ, അത് മേൽക്കൂരയാണ്. പോലീസ് മേൽക്കൂരയിൽ ചെന്ന് നോക്കി. വീടിന് ചുറ്റും ഒരു 4-5 അടി ഉയരമുള്ള ചുമരുണ്ട്. അതിൽ കയറി ഇറങ്ങാനൊക്കെ കഴിയും. പക്ഷേ അയൽ വീട്ടിൽ നിന്ന് മാത്രമേ ഇങ്ങോട്ടേക്ക് കയറാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് പോലീസ് ആദ്യം ഇവരുടെ ഈ വലതുവശത്തുള്ള വീട്ടിലേക്ക് അന്വേഷണം ആരംഭിച്ചു. ആ വീട്ടിൽ റോബിൻ എലിയാസ് എന്ന ഒരു വ്യക്തിയായിരുന്നു ഉണ്ടായിരുന്നത്. പറഞ്ഞു വന്നാൽ ഈ ചമൻലാലിന്റെ ഒരു ബന്ധുവായി തന്നെ വരും. അയാൾക്ക് 42 വയസ്സ്, ഓട്ടോ ഡ്രൈവറാണ്. അയാൾ പറഞ്ഞത്, സർ, ഞാൻ ഓട്ടോ ഓടിച്ചാണ് ജീവിക്കുന്നത്. ആ കുടുംബവുമായി ചെറിയ തർക്കങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ അവരുടെ വീട്ടിലേക്ക് പോകാറേ ഇല്ല എന്ന് പറഞ്ഞു. അടുത്ത ഇടതുവശത്തൊരു വീടുണ്ട്. അതും ചമ്മൻലാലിന്റെ തന്നെ വീടാണ്. അവിടെ ഒരു വാടകക്കാരനാണ് താമസിച്ചിരുന്നത്. പല മാസങ്ങളായി അയാൾക്കും ചമ്മൻലാലിനും വാടക സംബന്ധിക്കുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വാടക കുറയ്ക്കാനുള്ള ചില തർക്കങ്ങളായിരുന്നു. അതുകൊണ്ട് സംശയം സ്വാഭാവികമായും ആ വാടകക്കാരനിലേക്ക് തിരിഞ്ഞു. പക്ഷേ അന്വേഷണം നടത്തിയപ്പോൾ അയാൾക്ക് ഈ കൊലപാതകവുമായി നേരിട്ട് ബന്ധമൊന്നും ഇല്ല എന്നും മനസ്സിലായി. ഇനി ആ ഒരു പ്രദേശം, അത് വലിയൊരു പ്രദേശമാണ്. വീടുകളൊക്കെ ഇങ്ങനെ അടുത്തടുത്താണുള്ളത്. ഒരു വീടിന്റെ മേൽക്കൂരയിൽ നിന്നും മറ്റൊന്നിലേക്ക് ചാടാൻ എളുപ്പമാണ്. അതുകൊണ്ട് കൊലയാളി, അതാരായാലും, മേൽക്കൂര വഴിയാണ് അകത്തേക്ക് കയറിയത്. അകത്തേക്ക് വന്നതും പുറത്തേക്ക് പോയതും എല്ലാം ആ വഴിയിലൂടെയാണ്. ഇതാണ് പോലീസിന്റെ ഒരു നിഗമനം. ഇപ്പോൾ അവർക്കറിയേണ്ടത് കൊലപാതകം നടന്നത് എപ്പോഴാണ്. അതാണ് ഈ കേസിന്റെ ദിശയെ പൂർണ്ണമായും മാറ്റിക്കളയുന്ന ഒരു ഘട്ടം. ഒരു കൊലപാതകത്തിന്റെ സമയക്രമം കൃത്യമായി മനസ്സിലാക്കാനായാൽ മാത്രമേ അതിന് പുറകിലുള്ള വ്യക്തിയുടെ നീക്കങ്ങൾ നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കൂ. ആദ്യ നിഗമനം, ജൂലൈ മാസം 6 രാവിലെ 7 മണിക്ക് പാൽ വിൽക്കുന്നയാൾ വന്നപ്പോൾ വാതിൽ തുറന്നിട്ടില്ല. അതിനാൽ കൊലപാതകം ജൂലൈ മാസം 5-ാം തീയതി രാത്രി നടന്നിരിക്കാം എന്നായിരുന്നു പോലീസ് കരുതിയത്. കാരണം 5-ാം തീയതി വൈകുന്നേരം 5:30 വരെയും അയൽവാസികളെ കുടുംബത്തെ കണ്ടിരുന്നു. പക്ഷെ അപ്പോഴായിരുന്നു വീണ്ടും ഈ ഒരു കേസിൽ ഒരു ട്വിസ്റ്റ് സംഭവിച്ചത്. ജൂലൈ മാസം 6-ാം തീയതി രാവിലെ 5:30 സുരേന്ദ്ര കൗർ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് പോകുന്നത് CCTV പതിഞ്ഞിരുന്നു. തിരിച്ച് 6 മണിയോടെ അവർ വീട്ടിലേക്കും എത്തി. അതായത് രാവിലെ 6 മണി വരെയും ഇവർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ 6-നും 7-നും ഇടയിലാണ് കൊലപാതകം നടന്നതെന്ന് പോലീസ് ഉറപ്പിച്ചു. ഇവരെ ഇതിനുവേണ്ടി സഹായിച്ച പ്രധാനപ്പെട്ട സൂചന CCTV ദൃശ്യങ്ങളായിരുന്നു. അവരുടെ ഈ വീടിന് പരിസരത്ത് 2 CCTV ക്യാമറയുണ്ട്. ഒന്നാമത്തെ ക്യാമറയുടെ ആംഗിൾ വീടിന്റെ വാതിലിനെയല്ല, തെരുവിനെയാണ് കാണിക്കുന്നത്. രണ്ടാമത്തേത് അല്പം ദൂരെയാണുള്ളത്. പക്ഷേ അത് ഈ ചമൻലാലിന്റെ വീട്ടുവാതിലിന്റെ ഒരു 40% ഭാഗം കവർ ചെയ്യുന്നുണ്ട്. അത് മതിയാകും. കാരണം ആ വീടിന്റെ പരിസരത്ത്, അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് ആര് പോകുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ പോലീസിന് അതിലൂടെ ഒരു തെളിവ് ലഭിക്കുകയും ചെയ്തു. അതിൽ സംശയാസ്പദമായ ഒരു വ്യക്തിയെ കണ്ടു. ജൂലൈ മാസം 6 രാവിലെ ഒരു 7:30 ഒരു വ്യക്തി അവരുടെ വീടിന് മുന്നിൽ വന്ന് നിന്ന് വെള്ളം തളിച്ചിട്ട് അകത്തേക്ക് നോക്കുന്നുണ്ട്. അത് ആദ്യം കണ്ടപ്പോൾ പോലീസിന് സാധാരണമാണെന്ന് തോന്നി. പക്ഷെ അയാൾ അങ്ങനെ ചെയ്യുന്നത് 1-2 തവണയല്ല, 5 തവണ വെള്ളം മുന്നിൽ തളിക്കുന്നുണ്ട്. ആ വീട്ടിലേക്ക് നോക്കുന്നുണ്ട്, എത്തി നോക്കുന്നുണ്ട്. അദ്ദേഹം എന്തോ പ്രതീക്ഷിച്ചാണ് നോക്കുന്നത്. ഇപ്പൊ പോലീസിനൊരു സംശയം വന്നു. ഈ വ്യക്തി ആയിരിക്കുമോ കൊലപാതകം നടത്തിയത്? ഇതിനകം വീട്ടിൽ ഗ്യാസ് ചോർച്ചയുണ്ട്. എപ്പോൾ തീ പിടിക്കും എന്നായിരിക്കും അയാൾ ഒരു പക്ഷെ നോക്കിയത്. ക്യാമറ ദൂരെ ആയതുകൊണ്ട് മുഖം വ്യക്തമല്ല.
പക്ഷേ ശരീരഭാഷ, കൈചലനം, നടക്കുന്ന വിധം ഇതെല്ലാം കണ്ട് അയൽവാസികൾ ഉടനെ തിരിച്ചറിഞ്ഞു. ഇവൻ തന്നെയാണ് അവരുടെ വീടിന്റെ അയൽ വീട്ടിലെ റോബിൻ അലയാസ്, അതായത് നമ്മൾ മുൻപ് പറഞ്ഞ ആ ഓട്ടോറിക്ഷ ഡ്രൈവർ. പോലീസ് അയാളെ വീണ്ടും വിളിച്ച് ചോദ്യം ചെയ്തു. അയാൾ പറഞ്ഞത്, സാർ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ആദ്യമേ ഇത് പറഞ്ഞു. ഈ കുടുംബത്തോട് ചെറിയ ചെറിയ തർക്കങ്ങളുണ്ട്, പക്ഷെ ഇതിനും എനിക്കും യാതൊരു ബന്ധവുമില്ല എന്ന്. പക്ഷെ ഈ ചോദ്യം ചെയ്യലിന് മുൻപ് തന്നെ പോലീസ് ഒരു മുൻകൂർ പരിശോധന നടത്തിയിരുന്നു. അതായത് ഈ കുറ്റകൃത്യ സ്ഥലത്ത് അഗർബത്തിയും അതിന്റെ ഒരു പാക്കറ്റും കിട്ടിയിരുന്നു. അതുപോലുള്ള അഗർബത്തി ആ പ്രദേശത്ത് ആരൊക്കെയാണ് വിൽക്കുന്നത് അല്ലെങ്കിൽ വാങ്ങുന്നത് എന്നൊക്കെ അന്വേഷിച്ചിരുന്നത്. അപ്പോഴായിരുന്നു ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം ലഭിച്ചത്. റോബിൻ അലിയാസ് മുന്ന, ഇയാളുടെ ഭാര്യ, ഈ ഭാര്യ സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെറിയ തോതിലൊക്കെ ഈ ചന്ദനത്തിൽ നിർമ്മാണം നടത്താറുണ്ട്. അതേ പാക്കേജിംഗ്, അതേ ബ്രാൻഡ്. ഇപ്പോൾ പോലീസ് ഉറപ്പിച്ചു കൊലയാളിക്ക് ഈ വീടുമായി നേരിട്ട് ബന്ധമുണ്ട്. അഗർബത്തി കത്തിച്ചത് അവൻ തന്നെയാണെന്ന്. ഇപ്പോ പോലീസിന്റെ സംശയം പൂർണ്ണമായും റോബിൻ അലൈസിലാക്കി തന്നെ തിരിഞ്ഞു. അങ്ങനെയാണ് അവനെ ചോദ്യം ചെയ്യാനായി വിളിച്ചു കൊണ്ടുവന്നത്. ഇപ്പൊ പോലീസ് അവനെ നോക്കി പറഞ്ഞു, നിനക്കെതിരെ ചെറിയ തെളിവൊന്നുമല്ല ഉള്ളത്, ഫോറൻസിക് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. നീ ചെയ്തു എന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെ എന്തിനാണ് ചെയ്തത് അത് മാത്രം നീ പറഞ്ഞാൽ മതിയെന്ന്. പോലീസ് ഇങ്ങനെ ചോദ്യം ചെയ്തപ്പോൾ അവർ ഒട്ടും പ്രതീക്ഷിച്ചില്ല റോബിൻ സത്യം പുറത്ത് പറയുമെന്നൊക്കെ. വീണ്ടും ഒരുപാട് തവണ ചോദിക്കേണ്ടി വരും, പോലീസ് രീതികളൊക്കെ പുറത്തെടുക്കേണ്ടി വരും എന്നായിരുന്നു പോലീസുകാർ കരുതിയത്. പക്ഷെ അവരെ ഞെട്ടിപ്പിച്ചുകൊണ്ടായിരുന്നു റോബിൻ അലിയാസ് മറുപടി പറഞ്ഞത്. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ സാർ, ഞാൻ തന്നെയാണ് എല്ലാം ചെയ്തത്. ഇത് കേട്ടപ്പോൾ ആ മുറി മുഴുവനും നിശബ്ദമായി. ആരും പ്രതീക്ഷിച്ചില്ല ഈ 42 വയസ്സുകാരൻ ഒരു ഓട്ടോ ഡ്രൈവർ തന്റെ സ്വന്തം ബന്ധുവായ ചമൻലാൽ കുടുംബത്തെ മുഴുവനും കൊന്നിരിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. പോലീസ് വീണ്ടും ചോദിച്ചു, എന്തിനാണ് ഇതെല്ലാം ചെയ്തതെന്ന്. അവൻ വീണ്ടും പറഞ്ഞു, സാർ, ഈ വീട്ടുകാരെ മുഴുവൻ ഇല്ലാതാക്കണം എന്ന് ഞാൻ പല ദിവസങ്ങളായി ആലോചിക്കുന്നുണ്ട്. എല്ലാവരെയും തീർക്കണം. അതുകൊണ്ട് വീട്ടിൽ ഞാൻ പലതരം ഹാമർ വാങ്ങി വെച്ചിരുന്നു. അവസരം കിട്ടിയാൽ അവരെ ഇല്ലാതാക്കണമെന്ന ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ജൂലൈ മാസം 6 രാവിലെ 6 മണിക്ക് സുരേന്ദ്ര കൗർ ക്ഷേത്രത്തിലേക്ക് പോയി തിരിച്ച് വീട്ടിലേക്ക് എത്തിയ സമയത്ത് റോബിൻ അവന്റെ വീട്ടിൽ നിന്നും ഈ 5 അടി മതിൽ കയറി ചമൻലാലിന്റെ മേൽക്കൂര പൊളിച്ച് വീടിനുള്ളിലേക്ക് കയറുന്നു. അവൻ ബാത്റൂമിന്റെ ഭാഗത്തെത്തുമ്പോൾ സുരേന്ദ്ര കൗർ കുളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. അപ്പോൾ തന്നെ റോബിനെ കണ്ടു. അവൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന ചുറ്റികയെടുത്ത് സുരേന്ദ്ര കൗറിന്റെ തലയിൽ തന്നെ അടിച്ചു. അവൾ നിലവിളിച്ചുകൊണ്ട് ബെഡ്റൂമിലേക്ക് ഓടി. അവൻ അവളെ പിന്തുടർന്നോടി. തുടർച്ചയായി അടിച്ചടിച്ചുകൊണ്ടേയിരുന്നു. തല പൊട്ടി രക്തത്തിൽ കുളിച്ച് അവൾ മരിച്ചു വീണു. ഈ നിലവിളി കേട്ട് ആദ്യം 96 വയസ്സുള്ള സുർജിത് കൗർ ആയിരുന്നു വന്നത്. അവരെയും അതേ ചുറ്റിക കൊണ്ട് തന്നെ അടിച്ചു. രണ്ടുപേരെയും കിടക്കയിൽ കിടത്തി. അവരുടെ നിലവിളി കേട്ട് ചമൻലാൽ എത്തി. ചമൻലാൽ തന്റെ മുൻപിൽ നിൽക്കുന്ന തന്റെ ബന്ധുവായ റോബിനെ കണ്ടു. അവന്റെ കയ്യിൽ ചുറ്റികയുണ്ട്. ചുറ്റിക മുഴുവനും രക്തം പുരണ്ടിട്ടുണ്ട്. തന്നെയും അടിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രതിരോധിക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷേ അതേ വിധം തന്നെ തലയിൽ അടിയേറ്റ് അദ്ദേഹവും മരിച്ചു. 3 പേരും മരിച്ചു. സുരേന്ദർ കൗർ കുളിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഈ സംഭവം നടന്നതുകൊണ്ടാണ് അവരെ അർദ്ധനഗ്നാവസ്ഥയിൽ കാണേണ്ടി വന്നത്. കൊലപാതകത്തിന് ശേഷം റോബിൻ ആ വീട്ടിലെ അലമാരയിൽ നിന്നും പണം, സ്വർണം തുടങ്ങിയവ എടുത്തു. അടുത്ത ഒരു സ്യൂട്ട് കേസും കണ്ടു. ഒരു പക്ഷേ അതിനുള്ളിലും കൂടുതൽ പണവും സ്വർണവും ഉണ്ടാകുമെന്ന് കരുതി ആ സ്യൂട്ട് കേസും എടുത്തു. എന്നിട്ട് തെളിവുകൾ ഇല്ലാതാക്കാൻ അവൻ നേരെ അടുക്കളയിലേക്ക് പോയി. അവിടെ ഗ്യാസ് സിലിണ്ടറിന്റെ പൈപ്പ് കത്തി കൊണ്ട് മുറിച്ചു. ശേഷം തന്റെ ഭാര്യയുടെ വീട്ടിൽ നിർമ്മിക്കുന്ന അഗർബത്തി പാക്കറ്റ് എടുത്ത് ബെഡ്റൂമിൽ വെച്ച് കത്തിച്ചു. അവന്റെ പദ്ധതി ഗ്യാസ് മുഴുവനും ചോർന്ന് അഗർബത്തിയിൽ നിന്നും വരുന്ന തീ കാരണം എല്ലാം കത്തി നശിക്കുമെന്നായിരുന്നു. അങ്ങനെ വലിയ ഉറപ്പോടുകൂടി അവൻ ആ വീട്ടിൽ നിന്നും വന്നതുപോലെ തന്നെ തിരികെ ഇറങ്ങി. കയ്യിൽ ചുറ്റികയുണ്ട്, സൂട്ട് കേസ് ഉണ്ട്. വീട്ടിൽ ചെന്ന ശേഷം ചുറ്റിക കഴുകി വൃത്തിയാക്കി വസ്ത്രം മാറി. ഭാര്യ ഒന്നും അറിഞ്ഞിട്ടില്ല. പക്ഷേ അതേസമയം അവൻ വിചാരിച്ചതുപോലെ തീപിടുത്തം ഒന്നും ഉണ്ടായില്ല. കാരണം ഗ്യാസ് സിലിണ്ടറിൽ ഏകദേശം 10% മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം അവർ ഉപയോഗിച്ച് തീർത്തു. അതിനാൽ ഗ്യാസ് അടുക്കളയിലും ഹാളിലായി മാത്രമേ പടർന്നുള്ളൂ. ബെഡ്റൂമിലേക്ക് അത് എത്തിയില്ല. അതുകൊണ്ട് തീപിടുത്തം ഉണ്ടായില്ല. ഇക്കാരണം കൊണ്ടാണ് CCTVയിലൂടെ കാണുമ്പോൾ അവൻ പുറത്തുനിന്ന് നോക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇതുവരെയും തീ പിടിക്കാത്തത്, ഒരു സ്ഫോടനമൊന്നും ഉണ്ടാക്കാത്തതെന്ന്. ആ ഒരു ആശയക്കുഴപ്പത്തിലാണ് അവൻ ഒരുപാട് സമയം ആ വീടിന് മുൻപിൽ നിന്നും എത്തി നോക്കിയത്. എന്നാൽ അവന് വീണ്ടും അകത്തേക്ക് കയറാൻ ധൈര്യമുണ്ടായില്ല. അവൻ കരുതി, ഇനി എന്തായാലും ആരും കാണില്ല, ആരും അറിഞ്ഞിട്ടില്ല, 2-3 ദിവസത്തിനുള്ളിൽ 3 മൃതദേഹങ്ങളും അഴുകി നശിച്ചു പോകുമെന്ന്. പക്ഷേ അതാണ് അവന്റെ കണക്കുകൂട്ടലിലെ ഒരു പിഴവ്. പോലീസ് പിന്നീട് അവന്റെ വീട്ടിൽ നിന്നും രക്തക്കറയുള്ള വസ്ത്രങ്ങളും കൊലപാതകത്തിന് ഉപയോഗിച്ച ഹാമറും അതേ ബ്രാൻഡിലുള്ള അഗർബത്തി പാക്കറ്റുകളെല്ലാം കണ്ടെത്തി.
ഇതെല്ലാം ഫോറൻസിക് തെളിവാണ്, ശക്തമായ തെളിവാണ്. റോബിന്റെ സമ്മതവും കൂടി ചേർന്നപ്പോൾ ഈ ഒരു കേസ് പൂർണ്ണമായും തെളിഞ്ഞു. എന്നാൽ അവിടെയും ചോദ്യം, അവൻ എന്തിനാണ് സ്വന്തം ബന്ധുക്കളെ, അയൽവാസികളെ മുഴുവനും കൊല്ലാൻ തീരുമാനിച്ചത്? അവൻ അതിന് നൽകിയ മറുപടി അത് മുഴുവൻ ഗ്രാമത്തെയും ഞെട്ടിച്ചു. സർ, ഞങ്ങൾ പാവപ്പെട്ടവരാണ്, അവർക്ക് പണം ഒരുപാടുണ്ട്, അവർക്ക് അഭിമാനമുണ്ട്, അവർ ഞങ്ങളെ താഴ്ന്നവരായാണ് കാണുന്നത്. എനിക്കും ഭാര്യയ്ക്കും 10 വർഷമായി കുട്ടികളൊന്നും ഇല്ല. ഗ്രാമത്തിൽ ഇതൊക്കെ ഒരു കുറ്റം പോലെ തന്നെയാണ്. എല്ലാവരും ഞങ്ങളെ പരിഹസിക്കും. പക്ഷെ ഈ വീട്ടിലെ സുരേന്ദ്ര കൗർ, അവൾ ഓരോ തവണയും എൻ്റെ മനസ്സിൽ കത്തിവയ്ക്കുന്ന വാക്കുകളാണ് പറയുന്നത്. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും കുഞ്ഞൊന്നും ഉണ്ടായില്ലേ? സഹായം വേണമെങ്കിൽ മറ്റാരെങ്കിലും വിളിക്കാമല്ലോ. ഇങ്ങനെയുള്ള വാക്കുകളാണ് പറയുന്നത്. മനസ്സിൽ കത്തി കുത്തിക്കയറുന്ന വേദനയായിരുന്നു എനിക്ക് അപ്പോഴുണ്ടാകുന്നത്. അത് അവൻ്റെ ആത്മാഭിമാനത്തെയും പുരുഷത്വത്തെയും വെല്ലുവിളിക്കുകയായിരുന്നു. നിനക്ക് കുട്ടികളില്ലേ? നിന്റെ ഭാര്യയെ മറ്റൊരാളുടെ കൂടെ അയച്ചു നോക്കൂ. ഇങ്ങനെയുള്ള കമൻസ് ആരും സഹിക്കില്ല. ഇത് ഒരു വാക്കല്ല, അത് അവൻ്റെ മനസ്സിൽ കുത്തിക്കയറിയ ഒരു ആയുധം പോലെ തന്നെയായിരുന്നു. ഇത് കേട്ടപ്പോൾ തന്നെ അവൻ തീരുമാനിച്ചു, ഇവർക്കെല്ലാം ഒരു പാഠം പഠിപ്പിക്കണം. അതായിരുന്നു ആ രാവിലെ ഉണ്ടായ 3 കൊലപാതകങ്ങളുടെയും മൂല കാരണം. പണം കൊള്ളയടിക്കാനല്ല അവൻ വീട്ടിലേക്ക് കയറിയത്. അതൊരു പ്രതികാരമായി മാത്രമാണ് അവൻ ചെയ്തത്. പക്ഷേ കയറിയപ്പോൾ അലമാര തുറന്നു, കുറച്ച് സ്വർണ്ണവും പണം എടുത്തു. എന്നാൽ അതിനിടെ അവനൊരു വലിയ സൂട്ട് കേസും കണ്ടു. അതിനുള്ളിൽ പണവും സ്വർണവും ഉണ്ടാകുമെന്ന് കരുതി അതും എടുത്തു. പക്ഷെ അതിനുള്ളിൽ വെറും വസ്ത്രം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കൊലപാതകത്തിന് ശേഷം വളരെ കുറച്ച് സ്വർണവും പണവും മാത്രമേ അവൻ അവിടെ നിന്ന് എടുത്തുള്ളൂ. എന്നാൽ പിന്നീട് അവന്റെ ഭാര്യയ്ക്കും ഈ കൊലപാതകത്തിനും യാതൊരു ബന്ധവുമില്ല എന്ന് പോലീസ് കണ്ടെത്തി. അവൾക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ എങ്കിലും റോബിൻ പറഞ്ഞത്, സർ, എനിക്കൊരു അപേക്ഷയുണ്ട്. എന്നെ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ എൻ്റെ ഭാര്യയെയും ഒപ്പം കൊണ്ടുപോകണം. ഞാൻ ജയിലിലായിരിക്കുമ്പോൾ അവൾ ഇവിടെ ഒറ്റപ്പെട്ടു പോകും. കുട്ടികളില്ലാത്തവളായതുകൊണ്ട് ഗ്രാമം മുഴുവനും അവളെ പരിഹസിക്കും. ഇതിന് പോലീസ് പറഞ്ഞത്, അവൾ കുറ്റവാളിയല്ല, ഞങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല എന്ന്. പക്ഷെ അവൻ്റെ മനസ്സിൽ അത്രത്തോളം അസഹായതയും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും നിറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഈ കേസിലൂടെ പഠിക്കേണ്ട ഒരു പാഠം, പലപ്പോഴും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ ഇടപെടാറുണ്ട്. മറ്റൊരാളുടെ ജീവിതം, അവരുടെ പ്രശ്നം, അവർക്കറിയാം അതെങ്ങനെ നേരിടണമെന്ന്. പക്ഷേ ആവശ്യമില്ലാതെ നമ്മൾ ഇടയ്ക്ക് കയറി ഒരു ഉപദേശം കൊടുക്കും. ഇങ്ങനെ ചെയ്യ്, അങ്ങനെ ചെയ്യ്, ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്, ഇത്രയും കാലം കഴിഞ്ഞിട്ടും കുഞ്ഞൊന്നും ഉണ്ടായില്ലേ. ഇതൊക്കെ നമ്മൾ വെറും തമാശയായി പറയും. പക്ഷേ കേൾക്കുന്നവർക്ക് അത് വലിയൊരു മുറിവായിരിക്കും. ഒരു വാക്ക് വെറും വാക്ക് മാത്രമാണ് നമുക്ക്, പക്ഷേ അതിന് മറ്റൊരാളുടെ ജീവിതം നശിപ്പിക്കാനും കഴിയും. ഇതാണ് ഈ കേസിലെ ഏറ്റവും വലിയൊരു സന്ദേശം. നമ്മൾ പറയുന്ന ഓരോ വാക്കിനും ഒരു ഭാരമുണ്ട്. ഒരാളുടെ മനസ്സിൽ അത് തീ പോലെ പടരും. ഈ കേസിൽ തീ ലിറ്ററലി പടർന്നില്ല, പക്ഷേ മനസ്സിൽ പടർന്ന തീ മൂലം 3 നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഇതിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ചെറിയ കഥ ഞാൻ പറയാം. ഗ്രീസ് ചക്രവർത്തിയായ അലക്സാണ്ടർ ദി ഗ്രേറ്റ്, ലോകം കീഴടക്കിയ മഹാനായ രാജാവ്. ഒരു ദിവസം അലക്സാണ്ടർ തൻ്റെ സൈന്യവുമായി യാത്ര ചെയ്യുമ്പോൾ ഒരു വൃദ്ധനായ സന്യാസിയെ കണ്ടു. അദ്ദേഹം ധ്യാനത്തിലായിരുന്നു. അലക്സാണ്ടർ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഞാൻ ലോകം മുഴുവനും കീഴടക്കി, താങ്കൾക്ക് എന്തെങ്കിലും വേണമോ എന്ന്. സന്യാസി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, എനിക്ക് വേണം. നീ എനിക്ക് മുൻപിൽ നിന്നും ഒന്ന് മാറി നിൽക്കാമോ? എൻ്റെ മേൽ വീണുകൊണ്ടിരിക്കുന്ന സൂര്യപ്രകാശം നീ മറച്ചു വച്ചിരിക്കുകയാണ്, ഒന്ന് മാറി നിൽക്കൂ എന്ന് പറഞ്ഞു. അത് കേട്ട അലക്സാണ്ടർ നിശബ്ദനായി മാറി നിന്നു. ആ സമയം അവൻ തിരിച്ചറിഞ്ഞു, ലോകം മുഴുവൻ പിടിച്ചെടുത്താലും മറ്റൊരാളുടെ സമാധാനം പിടിച്ചെടുത്താൽ അതിന് യാതൊരു മൂല്യവും ഇല്ല. ചമൻലാൽ കുടുംബവും ഇതുപോലെ തന്നെയാണ്. സമാധാനമായി ജീവിച്ച കുടുംബം തന്നെയായിരുന്നു. പക്ഷെ ഒരു പരിഹാസ വാക്ക്, ഒരു വിഷവാക്ക് മൂലം ആ 3 ജീവനും നഷ്ടപ്പെട്ടു. ഒരു മനുഷ്യൻ തൻ്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് നിമിത്തം മനുഷ്യനിൽ നിന്നും ഒരു മൃഗമായി തന്നെ മാറി. ഈ ഒരു കേസിലെ മെസ്സേജ് ഒന്നേ മാത്രമാണ്, വാക്കുകൾക്ക് ശക്തിയുണ്ട്. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ ചിന്തിച്ച് സംസാരിക്കുക. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. വീഡിയോ ഇതുവരെയും കണ്ടിട്ട് ഇപ്പോഴും ലൈക്ക് ചെയ്യാതിരിക്കുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾ നൽകുന്ന ലൈക്കും കമൻസുമായിരിക്കും ഈ വീഡിയോ മറ്റൊരുപാട് പേരിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത്. ഇതുപോലെ വളരെ വ്യത്യസ്തമായ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.